Good afternoon, all. Materials management നമ്മൾ കുറച്ചും കൂടി ഉണ്ട് അല്ലേ തീർക്കാനായിട്ട്. അത് സിമ്പിൾ ആണ് കേട്ടോ, കുറച്ചുള്ളത് സിമ്പിൾ ആണ്. നമ്മ ഐറ്റംസ് ഇൻവോൾവഡ് ഇൻ പിൽഫ്രേജ് വരെയാണ് അല്ലേ എടുത്തത്. ഐറ്റംസ് ആണ് കേട്ടോ, അത് തിരുത്തിയില്ലേ എല്ലാവരും? ഐറ്റംസ് ഒന്ന് ആക്കിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാം മിസ്. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് പിൽഫ്രേജ്. സെലക്ഷൻ ഓഫ് പിൽഫ്രേജ് എങ്ങനെയാണ് പിൽഫ്രേജിനെ നമ്മൾ മനസ്സിലാക്കുന്നത്? തിരഞ്ഞെടുക്കുക എന്താണ്? എനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. എന്താണ് നമുക്ക് സാധാരണയുള്ള ആവശ്യങ്ങളിലോ അതല്ലെങ്കിൽ ഡിമാൻഡുകളിലോ ഉള്ള പെട്ടെന്നുള്ള വർധനവ്. നമുക്ക് അറിയാലോ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടുത്തെ നോർമൽ പ്രവർത്തനങ്ങൾക്ക് ഇത്ര മെറ്റീരിയൽ വേണം, ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം എന്നറിയാലോ. നോർമൽ പ്രവർത്തനങ്ങൾക്ക് അറിയില്ലേ? ഇത്ര മെഡിസിൻ വേണം അല്ലെ? അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റൂലേ? പറയാൻ പറ്റുമോ? എന്തൊന്നും പറയാത്തെ? സാധാരണ അവരെ ആവശ്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സാധാരണ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഡിമാൻഡുകളിൽ എന്ത് വരാം? പെട്ടെന്ന് തന്നെ ഇൻക്രീസ്മെന്റ് സംഭവിക്കുക. അബ്രപ്റ്റ് റൈസ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ സഡൻ ഇൻക്രീസ് വരിക അല്ലെ? അവര് സാധാരണ ഈ പർച്ചേസിംഗ് മാനേജ്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളില് കൂടുതലായിട്ട് അവര് എന്താണ് വാങ്ങുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പിൽഫ്രേജ് നടക്കുന്നുണ്ടോ അല്ലെ, മോഷണം നടക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഇവർ ഇത്ര പെട്ടെന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. Next, any unreasonable expenditure of any section when compared to previous period. എന്താണ് നമ്മ മുൻ കാലയളവുമായി മുൻ പീരീഡുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് കാരണമില്ലാത്ത യുക്തിരഹിതമായ എന്താണ് ചിലവ് വരുന്നതായി നമുക്ക് തോന്നുക. ഇപ്പൊ ICU ഡിപ്പാർട്ട്മെന്റിലാണ് അവര് മുൻ വർഷങ്ങളില് അവർക്ക് വന്ന എന്താണ് ചിലവിനെ അപേക്ഷിച്ച് നോക്കുമ്പോ പുതിയ ഇയറില് അവർക്ക് ഇപ്പൊ 2003-ലും 2002-ലും വന്ന ചെലവിലും കൂടി ഒരുപാട് കൂടുതലായിട്ട് അവർക്ക് എത്രയാ 2004-ല് അവർക്ക് എക്സ്പെൻസ് വരികയാണ്, ചിലവ് വരികയാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യൂലേ? ചെക്ക് ചെയ്യോ? ചിലപ്പോ അവിടെ എന്താണ് എന്തെങ്കിലും കളവ് നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റേജ് സംഭവിച്ചിട്ടായിരിക്കാം അവർക്ക് ചെലവ് ആ ഡിപ്പാർട്ട്മെന്റിലെ ചെലവ് കൂടുന്നത്. അപ്പൊ എന്താ മുൻ കാലയളവുമായി മുൻ പീരീഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന് എന്താണ് കാരണമില്ലാത്ത യുക്തിരഹിതമായ ചിലവുള്ളതായി തോന്നുക. ക്ലിയർ ആയോ? എനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് എന്താണ് പെട്ടെന്ന് തന്നെ അവരുടെ സാധാരണ അവർക്ക് ആവശ്യം വരുന്നതിൽ കൂടുതലായിട്ട് അവർക്ക് എന്തെങ്കിലും ഡിമാൻഡുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻക്രീസ്മെന്റ് അവർക്ക് വരുന്ന മെറ്റീരിയൽസിൽ ഇൻക്രീസ്മെന്റ് കൂടുതലാവുക. നെക്സ്റ്റ് എന്താണ് മുൻ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന് കാരണമില്ലാത്ത ചിലവ് കൂടുന്നതായി തോന്നുക. നെക്സ്റ്റ് ഏരിയ ഓഫ് പിൽഫറേജ് നടക്കാൻ കളവ് നടക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? കിച്ചൺ റോ മെറ്റീരിയൽസ് അല്ലെ, നമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് സാധനങ്ങൾ പൊടികളാവാം അല്ലെ, പൗഡേഴ്സ് ആവാം, അല്ലെങ്കിൽ അരി ആവാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആവാം, അല്ലെങ്കിൽ ഓയിൽ ആവാം അല്ലെ, പല റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കളവ് പോകാം. കുക്ക്ഡ് ഫുഡ് അല്ലെ, പാകം ചെയ്ത ഭക്ഷണങ്ങൾ. ഇപ്പൊ എന്താണ് വാർഡുകളിലേക്ക് ഇപ്പൊ ഡയറ്ററി സർവീസിങ് അല്ലെങ്കിൽ ക്യാൻറ്റീനൊക്കെ എന്ത് ചെയ്യും? ഫുഡുകൾ സപ്ലൈ ചെയ്യും അല്ലെ, വാർഡുകളിലേക്ക് റൂമുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാറില്ലേ?
കണ്ടോ? കണ്ടിട്ടില്ലേ ട്രോളി വണ്ടിയിൽ എന്തി കൊണ്ടുപോകണത്? അപ്പൊ എന്താണ്? അപ്പൊ മോഷണം നടത്തുക. കുക്ക്ഡ് ഫുഡുകള്, ഫുഡ് മെറ്റീരിയൽ ലോസ് വെൻ ട്രാൻസ്പോർട്ട് ഫ്രം കിച്ചൺ ടു വാർഡ്. എന്താണ്? കിച്ചണിൽ നിന്ന് വാർഡുകളിലേക്ക് ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോഴൊക്കെ എന്താണ്? മോഷണം. അല്ലെങ്കിൽ കുക്ക്ഡ് ഫുഡ്, നമ്മൾ ക്യാൻറ്റീനിൽ അല്ലെങ്കിൽ ഡയറ്ററി സർവീസിൽ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് തന്നെ മോഷണങ്ങൾ, ആരെങ്കിലും എടുത്ത് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ക്ലിയർ ആയത്? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ഡ്രഗ് സ്റ്റോഴ്സ്. ഡ്രഗ് സ്റ്റോഴ്സിൽ മോഷണം നടക്കാം അല്ലെ? മരുന്നുകൾ മോഷണം പോവാനോ? മെഡിസിനുകള്. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ്. എന്താണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി സർവീസുകളിൽ നിന്നൊക്കെ ഡ്രഗ്സുകൾ മോഷണം പോകാം. ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ്. സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്. എന്താണ്? മെറ്റേണിറ്റി വാർഡുകളിൽ നിന്ന്. ക്രിട്ടിക്കൽ ആൻഡ് സീരിയസ് ആക്ടിവിറ്റീസ് അല്ലെ? ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്താണ്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപകടം പിടിച്ച അല്ലെ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മെറ്റേണിറ്റി വാർഡിൽ നിന്ന്, പ്രസവ വാർഡുകളിൽ നിന്ന് മോഷണം നടത്തുക. എന്താണ്? അവിടെ നിന്ന് എന്താ മോഷണം പോകാൻ സാധ്യത ഉള്ളത്? സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്. ആ ന്യൂ ബോൺ ബേബീസിനെ കണ്ടുകൊണ്ട് പോകാം, മോഷ്ടിക്കുക. ലേബർ റൂംസുകളിൽ നിന്ന് മോഷണം പോകുക. ICCU അല്ലെ? ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. ഇപ്പൊ പുതുതായിട്ട് ഒരു മൂവി അല്ല, ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, 1000 Babies. അതില് കാണിക്കുന്നില്ലേ മാറ്റിക്കിടത്തുന്ന? ആ ഓക്കെ. അപ്പൊ എന്നാ ഓക്കെ, ICCU അല്ലെ? ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. അവിടെ നിന്ന് ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല് കാർഡിയാക്കുമായി ബന്ധപ്പെട്ട എന്താണ്? കാർഡിയാക് അറസ്റ്റ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസ് ഒക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനെയാണ് ICCUയിൽ അഡ്മിറ്റ് ആക്കുന്നത്. ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ്. അപ്പൊ ICCU എന്തെങ്കിലും മെഡിസിനുകളൊക്കെ മോഷണം പോവുക. പിന്നെ മോർച്ചറിന്ന്, സിനിമകളിൽ കണ്ടിട്ടില്ലേ മോർച്ചറിന്ന് ബോഡീസ് കട്ടുണ്ടോണത് അല്ലേ? അങ്ങനെ മോർച്ചറിയിൽ നിന്ന് മോഷണം പോവാം. കാർഡിയോ തൊറാസിസ് യൂണിറ്റുകളിൽ നിന്ന് എന്താണ്? എന്തെങ്കിലും ചെറിയ എക്യുപ്മെന്റുകളോ അതല്ലെങ്കിൽ എന്താണ്? മെഡിസിനുകൾ മോഷണം പോവുക. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളിൽ നിന്ന്, ആക്സിഡന്റ് യൂണിറ്റിൽ നിന്ന്. ഓക്കെ. പീഡിയാട്രിക് യൂണിറ്റുകളിൽ, മോർച്ചറിയിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോവാ. ബോഡി മിസ്സിംഗ് ഒക്കെ ആവില്ലേ? ആളുകൾ എന്തെങ്കിലും ദുരുപയോഗത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. മോർച്ചറികളിൽ നിന്ന്. കാർഡിയോ തൊറാസിസ് യൂണിറ്റുകളിൽ നിന്ന്. ഇതാണ് കാർഡിയോ തൊറാസിസ് യൂണിറ്റ് എന്ന് പറഞ്ഞാല് മെഡിസിനുകളോ ചെറിയ എക്യുപ്മെന്റുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ മോഷണം പോകുക. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളിൽ നിന്ന്, ആക്സിഡന്റ് യൂണിറ്റിൽ നിന്ന്, പീഡിയാട്രിക് യൂണിറ്റ്, OT ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്തൊക്കെയാ പോവാം? ജനറൽ ആയിട്ടുള്ള ഐറ്റംസ്. സ്റ്റീൽ ലൈക്ക് ബ്ലേഡ് പോകാം, സ്റ്റീൽ കൊണ്ടുവന്ന ബ്ലേഡ്, ഡ്രഗുകള്, ഗ്ലൗസുകളൊക്കെ മോഷണം പോകാം. വാർഡ്സ് ആൻഡ് സെക്ഷൻസ് വാർഡുകളിൽ നിന്ന് ലിനൻ, സോപ്പ്, ടോർച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ മോഷണം പോകുക. വർക്ക്ഷോപ്പ് മെയിന്റനൻസ്, പിന്നെ എന്താണ്? എക്യുപ്മെന്റുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഏരിയാസ് അല്ലെ? അപ്പൊ വർക്ക്ഷോപ്പ് ആൻഡ് മെയിന്റനൻസ് വിങ്ങിൽ നിന്ന് ക്യാഷ്, മെറ്റീരിയൽസ് അല്ലെ, സാധനങ്ങളൊക്കെ മോഷണം പോകാം. ആംബുലൻസ് സർവീസസിൽ നിന്ന് പെട്രോൾ, ഓയിൽ ഒക്കെ മോഷണം പോകുക. ജനറൽ സ്റ്റോഴ്സിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും കോട്ടൺസ് ആവാം, മെഡിസിനുകൾ ആവാം അല്ലെ, ലിനൻസ് ആവാം, അങ്ങനെയുള്ള സാധനങ്ങൾ മോഷണം പോകുക. ക്ലിയർ ആയല്ലോ? അത് സിമ്പിൾ അല്ലേ? ഓക്കെ. റെമഡിയൽ മെഷേഴ്സ്. എന്താണ്? പിൽഫറേജ് നടത്താൻ അതല്ലെങ്കിൽ പിൽഫറേജ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്? A thorough study of the system and identification of loopholes. എന്താണ്? അവിടുത്തെ സിസ്റ്റത്തിനെ കുറിച്ച്, സംവിധാനങ്ങൾ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്ഹോൾസ്.
എന്തൊക്കെ കാരണം കൊണ്ടാണ് അവിടെ നിന്ന് മോഷണം പോകുന്നത് അല്ലെ? അതിന്റെ പഴുതുകളെ കുറിച്ച്, ലൂപ്പ് ഹോൾസുകളെ കുറിച്ച് മനസ്സിലാക്കുക. ചിലപ്പോ അവിടെ സ്റ്റാഫുകളുടെ അഭാവമാവാം അല്ലെ, സെക്യൂരിറ്റിയുടെ കുറവാവാം അല്ലെ, അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് അവർ സൂക്ഷിക്കുന്നത് കൊണ്ടാവാം അല്ലേ? ലൂപ്പ് ഹോൾസ്, പഴുതുകള്. ക്ലിയർ ആയോ? ഓരോ സിസ്റ്റത്തെ കുറിച്ച് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുക. സ്റ്റഡി അല്ലെ, സ്റ്റഡി എന്താണ്, നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്, എന്താണ് ഫിൽട്ടറിൽ കളവ് നടത്താൻ സാധ്യതയുള്ള പഴുതുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. നമ്മൾ പറഞ്ഞു അല്ലെ, ഓരോ സെക്ഷനിലും എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ, നിരീക്ഷിക്കുന്നുണ്ട് അല്ലെ. എന്തോ ആക്സിഡന്റ്. റെമഡിയൽ എന്ന് പറഞ്ഞാൽ പരിഹാര മാർഗങ്ങള്. ഇംപ്രൂവ് മോണിറ്ററിംഗ് സിസ്റ്റം എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മോണിറ്ററിംഗ് സിസ്റ്റംസ് എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യിക്കുക, നല്ല രീതിയിൽ നിരീക്ഷണം നടത്തുക ഓരോ സെക്ഷനിലും. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. എന്താണ്? വിവിധ വകുപ്പുകളിൽ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും വാർഡുകളുടെയും ആവശ്യങ്ങളുടെ നിലവാരം, സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് മനസ്സിലാക്കി അത് മാത്രം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ചിലപ്പോ എന്താണ്, നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സുകൾ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അല്ലെ അവിടെ പിൽഫറേജ് നടക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ കാണുമ്പോ എന്ത് ചെയ്യാം? മോഷണം. ചിലപ്പോ അവർ വിചാരിക്കുന്നുണ്ടാവും നമ്മ ഇതെടുത്താലും അറിയാൻ പോകുന്നില്ല അല്ലെ, ഇത്രയും സ്റ്റോക്ക് ഇവിടെ ഇരിക്കും, അതിൽ നിന്ന് ഒരിത്തിരി കൊണ്ടുപോയാൽ ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും വാർഡിലെയും പ്രവർത്തനങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി, ആവശ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കി അതിനു വേണ്ട മെറ്റീരിയൽസ്, സാധനങ്ങൾ മാത്രം സപ്ലൈ ചെയ്യുക. നെക്സ്റ്റ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. എന്താണ്? സെക്യൂരിറ്റി പേഴ്സണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ. റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. എന്താണ്? സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഒഫീഷ്യൽസ് മാത്രം 24 മണിക്കൂർ കോസ്റ്റ്ലി ആയിട്ടുള്ള വില കൂടിയ മരുന്നുകള് കൈകാര്യം ചെയ്യുക. അവര് മാത്രം ആ വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനുകൾ സൂക്ഷിക്കുകയും ഡിസ്പോസ് അല്ല, അവര് സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുക. ഹാൻഡിൽ തന്നെ കൈകാര്യം ചെയ്യുക. ആ എന്താണ്? ഡ്രഗ്സുകൾ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സുകൾ അവരുടെ അണ്ടറിൽ, അവരുടെ സുരക്ഷിതത്വത്തിൽ മാത്രം സ്റ്റോർ ചെയ്യുക, അവര് മാത്രം അതെന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുക. നെക്സ്റ്റ്, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓർ സ്പെഷ്യൽ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഓൺ സ്പെഷ്യൽ ഇന്റൻസ് ഓൺലി. എന്താണ്? സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്റന്റ്, റിക്വസിഷൻ, അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ മാത്രം കോസ്റ്റ്ലി ഡ്രഗ്സുകൾ വിതരണം ചെയ്യുക. എന്താണ്? സാധാരണ നമുക്ക് തരുന്ന പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ എന്താണ്? സ്പെഷ്യൽ ഇന്റന്റ്, സ്പെഷ്യൽ അഭ്യർത്ഥനയുടെ നിർദ്ദേശപ്രകാരം മാത്രം വില കൂടിയ മരുന്നുകള് സപ്ലൈ ചെയ്യുക, വിതരണം ചെയ്യുക. സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്താനും ഓഡിറ്റ് നടത്താനൊക്കെ ചെയ്യാം. അപ്പൊ നമുക്കറിയാൻ പറ്റില്ല, നമ്മ മുൻകൂട്ടി പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അവര് കള്ളത്തരം പിടിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കൂലേ? സ്വീകരിക്കോ? തെളിയിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമല്ലോ. നമ്മ പറഞ്ഞു എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെ വെരിഫിക്കേഷൻ നടത്താറുണ്ടോ? പരിശോധന നടത്താറുണ്ട് അല്ലെ? അപ്പൊ നമ്മ പറഞ്ഞു ചെല്ലാണെങ്കിൽ അവിടെ ആരെങ്കിലും, അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റാഫുകൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മ പറയാണ് ഇന്ന ദിവസം ഇൻസ്പെക്ഷന് വരുന്നുണ്ട് അല്ലെങ്കിൽ വെരിഫിക്കേഷന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവര് കള്ളത്തരം പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കോ?
പിൽഫറേജ് അറിയില്ല, മാനിപ്പുലേറ്റ് ചെയ്യൂ അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, സർപ്രൈസ് ആയിട്ട് അവർ പ്രതീക്ഷിക്കാതെ നമ്മ വെരിഫിക്കേഷനും ഓഡിറ്റിനും വേണ്ടി ചെയ്യുക. ക്ലിയർ ആയത്? ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയണം. A thorough study of this system and identification of loopholes. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ പ്രവർത്തനങ്ങളാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുക, പരിശോധിക്കുക. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. എന്നിട്ട് എന്താണ്, അവിടെ പിൽഫറേജ് നടന്നിട്ടുണ്ട്, കള്ളവും നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലൂപ്പ് ഹോൾ ഉണ്ടാവുമല്ലോ, ഒരു പഴുതുണ്ടാവുമല്ലോ. പിൽഫറേജ് നടത്താൻ കാരണമായ ഒരു പഴുതുണ്ടാവുമല്ലോ, അത് മനസ്സിലാക്കുക, അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇപ്പൊ ചിലപ്പോ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടാവില്ല, അപ്പൊ എന്താണ്, പിൽഫറേജ് നടക്കാം അല്ലെ. അതല്ലെങ്കിൽ സ്റ്റാഫുകൾ എണ്ണത്തിൽ കുറവുണ്ടാവുക, ആ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് ആവശ്യമായ സ്റ്റാഫുകൾ ഉണ്ടാവില്ല, 1-2 സ്റ്റാഫുകൾ ഉണ്ടാവും. ഇപ്പൊ എല്ലായിടത്തും അവരെ ശ്രദ്ധിച്ചോ, രോഗികളെ ചെക്കപ്പ് ചെയ്യാനോ എല്ലായിടത്തും അവരെ ശ്രദ്ധിച്ചോ? ഇല്ല അല്ലെ, ഇല്ല. അപ്പൊ എന്താ വെച്ചാ, പിൽഫറേജ് നടക്കാലോ, കളവ് നടക്കാലോ. അപ്പൊ എന്താണ്, ഓരോ സിസ്റ്റത്തിനെയും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് അവിടുത്തെ ലൂപ്പ് ഹോളുകൾ, പഴുതലെ കുറിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വെരിഫിക്കേഷൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പാർട്ട്. എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ICU ഉണ്ട്, ഫാർമസി ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, വാർഡുകളുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെയും വാർഡുകളുടെയും ആവശ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് ഇത്ര സാധനങ്ങൾ, മെറ്റീരിയൽസ് ആവശ്യമുള്ളതെന്ന് നമുക്കറിയാലോ. അവർ പറയില്ലേ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് അവർ പറയൂല്ലേ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ ഫാർമസിയിലേക്ക് ഇത്ര മെഡിസിൻ വേണമെന്ന് പറയാലോ. അപ്പൊ അവരുടെ ആവശ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കി അത് മാത്രം നൽകുക, അല്ലാണ്ട് അവർക്ക് ഓവർ സ്റ്റോക്കിംഗ് ഒന്നും കൊടുക്കാതിരിക്കാറ്. ഓവർ സ്റ്റോക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിൽഫറേജ് നടന്നൂടെ. ഓവർ സ്റ്റോക്കിംഗ് അവർക്ക് വേണ്ടത് മാത്രം നൽകുക. ഓക്കെ, ക്ലിയർ ആയത്? അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കഴിഞ്ഞു. ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലെ അത്. ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. 5 റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് പോസ്റ്റൽ ഡ്രഗ്സ് ബൈ സീനിയർ ഓഫീസേഴ്സ്. എന്താണ്, സീനിയർ ഓഫീസർ അല്ലെ, മുതിർന്ന ഓഫീസേഴ്സ് മാത്രം എന്താണ്, കോസ്റ്റ്ലി ഡ്രഗ്സുകള്, വില കൂടിയ മരുന്നുകള് കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ക്ലിയർ ആയോ? അവരായിരിക്കണം ഡ്രഗ്സുകള്, വലിയ വില വരുന്ന മരുന്നുകൾ അവരായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ടത്, സ്റ്റോക്ക് ചെയ്യേണ്ടത്. അവര് തന്നെയായിരിക്കണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, സപ്ലൈ ചെയ്യേണ്ടതൊക്കെ അവര് തന്നെയായിരിക്കണം. ക്ലിയർ ആയോ നവ്യ? മുതിർന്ന ഉദ്യോഗസ്ഥരായിരിക്കണം വില കൂടിയ മരുന്നുകൾ കൈകാര്യം ചെയ്യാൻ. ഓക്കെ മിസ്, ഇനി നെക്സ്റ്റ് മിസ് പറഞ്ഞില്ലേ, നെക്സ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടായില്ലേ നിങ്ങളുടെ അടുത്ത്? ക്വാളിറ്റി അഷുറൻസ് ഓഫ് NAB ആണ് കേട്ടോ നെക്സ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കുന്നത്. ഇതേപോലെ തന്നെ ഇത്രയും ലെങ്തി അല്ല, എന്നാലും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നോക്കാം. ക്വാളിറ്റി അഷുറൻസ് ഓഫ് NAB പറഞ്ഞുതരാം. NAB എന്ന് പറഞ്ഞാല് നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. NABH, നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. ടൈപ്പ് ചെയ്യണം, എഴുതിക്കോ. മിസ് പറയുന്നുണ്ടല്ലോ, നാഷണൽ അക്രീഡിയേഷൻ
accreditation. Accreditation. Okay. National Accreditation Board for Hospital. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി നമ്മൾ ഒരു സാധനം വാങ്ങുകയാണ്, നമ്മ എന്തിന്റെ ബേസിസിലാണ് അതിനെ ക്വാളിറ്റി ടഫ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയാ ടഫ് അല്ല കേട്ടാ, ഒന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എന്തിന്റെ ബേസിസിലാണ് നമ്മ ഒരു സാധനത്തിന്റെ ക്വാളിറ്റി തിരിച്ചറിയുന്നത്? എന്തിന്റെ ബേസിസിലാണ്? ഗുണമേന്മ. ഓക്കെ, ഗുണമേന്മ, ടേസ്റ്റ്. ഇപ്പൊ ഒരു ഫുഡ് ആണ് അല്ലെ, നമ്മ വാങ്ങിക്കുന്ന ഒരു ഫുഡ് ആണെങ്കിൽ എന്തൊക്കെ നമ്മൾ നോക്കും അതില്? ഫുഡ് ആണെങ്കിൽ ഫുഡാണ്, ഇപ്പൊ ഫുഡ് മിസ് പറയാണ് ഫുഡാണ്. ടേസ്റ്റ് അല്ലെ, സ്മെല്ല്, കളറ് അല്ലെ, കളറ്, എക്സ്പയറി. നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഇല്ലേ? നമ്മ ഒരു ബിരിയാണി ആണെങ്കിൽ അല്ലെ, അതിങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഒരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ക്വാളിറ്റി പറയുന്നത്. ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. നമ്മ ഒരു സാധനം ഓർഡർ ചെയ്താൽ, ഇപ്പൊ ബിരിയാണി ആണ് ഓർഡർ ചെയ്തത്, എന്നാൽ അതിന്റെ ക്വാണ്ടിറ്റിയിൽ വേണ്ടേ ഒരളവ് വേണം അല്ലെ. അതല്ലെങ്കിൽ എന്നാൽ ഒരു ഇത്തിരി ഉള്ളെങ്കിൽ നമ്മ പറയും പോരായിരുന്നു അല്ലെ. അളവിൽ വ്യത്യാസം വന്നാലും കൂടി നമ്മ പറയും ക്വാളിറ്റി ഇല്ല അല്ലേ. പറയോ? അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ ഒരു ഒബ്ജക്ട്സ് അല്ലെ, ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങള് ക്വാളിറ്റി ഇല്ലായ്മ. ഓക്കെ, നമ്മള് എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അത് പെർഫോമൻസ് നീഡ്. ഓക്കെ, അത് എന്താണ്? നിറവേറ്റുന്ന ആവശ്യങ്ങൾ അല്ലെ, അതിലടങ്ങിയിരിക്കുന്ന അന്തർലീന സവിശേഷതകൾ അല്ലെ. അല്ലെ, ഇപ്പൊ നമ്മ പറഞ്ഞത് സ്മെല്ല്, ടേസ്റ്റ്, കളർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിന്റെ സവിശേഷതകളാണോ? ആണോ? ആ ബിരിയാണിക്ക് ഉണ്ടാക്കേണ്ട സവിശേഷതകളല്ലേ അല്ലേ? ആണല്ലേ. അപ്പൊ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങള് നിറവേറ്റുന്നതിന് ഒരു ഒബ്ജക്ട്സിന് ഉണ്ടാവേണ്ട ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകളെയല്ലേ നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആണോ? ഇപ്പൊ ബിരിയാണി കഴിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അല്ലെ. ആണോ? അതല്ല, ഒരു ഡ്രസ്സ് എടുക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിന് ഒരു വസ്തുവിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതകളുടെ ഒരു കൂട്ടം ഡിഗ്രിയെയാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് ആവും, അതിന്റെ സ്റ്റാൻഡേർഡ് ആവാം, നിലവാരമാവാം, അതല്ലെങ്കിൽ ക്രൈറ്റീരിയ മാനദണ്ഡങ്ങളെ ആവാം നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോപ്പാ? ഓക്കെ, ഇനി മിസ് അതിന്റെ പോയിന്റ് അത് വായിക്കാം. ടെക്സ്റ്റ് നമ്മുടെ ഇതില്ല, കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് കേട്ടാ. ഇവിടെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതായത് ISO നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ് ഫസ്റ്റത്തെ സെന്റൻസ് കേട്ടാ. ISO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO. നിങ്ങൾക്ക് സംശയം തോന്നാം IOS ആണോ എന്ന്. IOS അല്ല, ISO എന്നാണ് കേട്ടോ പറയുന്നത്. എന്താണ്? ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. ഇവിടെ ഫസ്റ്റ് ചേർത്തെ ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. Quality is defined degree to which a series of inherent characteristics
ഫുൾഫിൽ നീഡ്സ് അല്ല, നീഡ്സ് വെട്ടിട്ട് റിക്വയർമെന്റ്സ് എന്നാക്കുക. നീഡ്സ് വെട്ടിട്ട് റിക്വയർമെന്റ്സ് എന്നാക്കുക. കറക്റ്റ് ചെയ്തോ? ഇവിടെ ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്, ഡിഗ്രിക്ക് മുമ്പ് കൊടുക്കാം ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. നീഡ്സ് വെട്ടിട്ട് റിക്വയർമെന്റ്സ്. എന്താണ് ISO പറയുന്നത്? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവശ്യകതകൾ, നമ്മുടെ റിക്വയർമെന്റ്സ് അല്ലെ, നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ, ഫുൾഫിൽ ചെയ്യാൻ ഒരു വസ്തുവിന്, ഒരു ഒബ്ജക്റ്റീവ്സിന് ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിഗ്രിയെയാണ്, അതല്ലെങ്കിൽ മാനദണ്ഡങ്ങളെയാണ് ക്വാളിറ്റി, ഗുണനിലവാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ഡെഫിനിഷൻ ആണ്, അതുകൊണ്ട് അത്രയും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതാണ് ആദ്യം ക്വാളിറ്റിയും അതിന്റെ കുറച്ച് എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ട് ഡെഫിനിഷനിലേക്ക് വന്നത്. ക്ലിയർ ആയോ? അപ്പൊ അത് നമ്മുടെ ആവശ്യകതകൾ. തെറ്റൊന്നുകൂടെ പറയണം. ഡിഗ്രിക്ക് മുമ്പ് എന്ത് കൊടുക്ക? ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. ഒരു ഡെഫിനിഷൻ ആണത്. ISO പറയുന്ന ഒരു ഡെഫിനിഷൻ. ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. ലാസ്റ്റ് ഫുൾഫിൽ നീഡ്സ് ഇല്ലേ, ആ നീഡ്സ് വെട്ടിട്ട് റിക്വയർമെന്റ്സ് എന്നാക്കുക. റിക്വയർമെന്റ്സ് കറക്റ്റ് ആക്കിയോ? ഓക്കെ. അപ്പൊ എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ഒരു ഒബ്ജക്റ്റിന്, ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതകളെയാണ്, സവിശേഷതകളുടെ മാനദണ്ഡങ്ങളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ് ഫീച്ചേഴ്സ്. ഇതിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ പറഞ്ഞു അല്ലെ. ആ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ് ഫീച്ചേഴ്സ് അല്ലെ. പലതരത്തിലുള്ള ഫീച്ചേഴ്സ് അല്ലേ നമ്മ പറഞ്ഞു? ഒരു ബിരിയാണിക്ക് അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന് എന്തൊക്കെ വേണം? ഡ്രസ്സിനാണെങ്കിൽ അതിന്റെ മെറ്റീരിയൽ വേണം അല്ലെ, നല്ല മെറ്റീരിയൽ ആയിരിക്കണം, കളർ ആയിരിക്കണം അല്ലെ, നമുക്ക് ഒരുപാട് നാൾ, കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റിയതായിരിക്കണം, വേണ്ടേ? അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സജസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ് ഫീച്ചേഴ്സ്. പലതരത്തിലുള്ള ഫീച്ചേഴ്സിനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? കണക്ട് ചെയ്ത് നോക്ക്. നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു വസ്തുവിന് വേണ്ട. അപ്പൊ വസ്തുവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, സ്വഭാവ സവിശേഷ. നമ്മളിപ്പോ ഒരു ഡ്രസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡ്രസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെന്ത് വേണം? നല്ല കളർ ആയിരിക്കണം, മെറ്റീരിയൽ നല്ലതായിരിക്കണം, നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റിയതായിരിക്കണം, സ്റ്റിച്ചിങ് നല്ലതായിരിക്കണം, വേണ്ടേ? അപ്പൊ അതിനെയാണ്, ഡിസ്റ്റിങ്ക്വിഷ് ഫീച്ചേഴ്സിനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിക്വയർമെന്റ്സ് അല്ലെ. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിക്വയർമെന്റ്, ആവശ്യം. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? Our need or assumption that is stated, normally implied or mandatory. ആവശ്യകതകൾ എന്നാൽ എന്താണ്? സാധാരണ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധിതമോ ആയ ആവശ്യങ്ങളെയോ അനുമാനങ്ങളെയോ ആണ് എന്ത് പറയുന്നത്? റിക്വയർമെന്റ്സ്. ഇപ്പൊ ഭക്ഷണം കഴിക്കണം, അതെന്താണ്? നിർബന്ധമാണ് അല്ലെ, ഭക്ഷണം കഴിക്കേണ്ടത് നിർബന്ധമാണോ? നിർബന്ധമാണ്. അതേപോലെ മാൻഡേറ്ററി എന്ന് പറഞ്ഞാല് അനുമാനം. അനുമാനം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ധാരണ. നമുക്കിപ്പോ ബിരിയാണി കഴിക്കണമെന്ന് നമ്മുടെ മാത്രം ആവശ്യമല്ലേ, ബിരിയാണി വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ്, ഇന്ന ടൈപ്പ് ഡ്രസ്സ് വാങ്ങണം, നമ്മുടെ ധാരണയാണ് അല്ലെ, ആണോ? നമ്മുടെ തീരുമാനമാണ്. അപ്പൊ എന്താണ് റിക്വയർമെന്റ്സ്? ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? Our need or assumption that is stated. എന്താണ് അത്? സാധാരണ സൂചി. ഭക്ഷണം കഴിക്കുക അത് സാധാരണ പറയുന്നതാണ്, ഡ്രസ്സ് ധരിക്കുക അത് സാധാരണ പറയുന്നതാണ് അല്ലെ നമ്മുടെ. അപ്പൊ എന്താണ്? നമ്മ സാധാരണ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധിതമായ ആവശ്യങ്ങളെയോ അനുമാനത്തെയാണ്. ഇപ്പൊ നമ്മ ബിരിയാണി തന്നെ കഴിക്കണം എന്നുള്ളത് എന്താണ്? നമ്മുടെ നിർബന്ധമായ ഒരു താല്പര്യമല്ലേ,
അല്ലെ? അല്ലെങ്കിൽ കാറ് വാങ്ങണം, ഇന്ന ടൈപ്പ് കാറ് വാങ്ങണം എന്നാരെയാണ് നമ്മുടെ തീരുമാനമാണ് അല്ലെ? നിർബന്ധിതമായ തീരുമാനമാണ് അല്ലെ? അപ്പൊ എന്താണ് റിക്വയർമെന്റ്സ്? ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ നിർബന്ധിതമായ ആവശ്യങ്ങളെയോ അല്ലെങ്കിൽ അനുമാനങ്ങളെയാണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? Okay. Degree of adherence to pre-established criteria or standard. അതിലൊരു ഡിഗ്രിയും കൂടെ വരുന്നുണ്ട് അല്ലെ? ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. എന്താണ്? നമ്മ മുൻകൂട്ടി നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ നിലവാരങ്ങളെയോ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ആണോ? നമ്മ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവും അല്ലെ? ഒരു മാനദണ്ഡം ഉണ്ടാവില്ലേ? ഇന്ന ടൈപ്പ് ഡ്രസ്സ് വാങ്ങണം ഉണ്ടാവോ? ഇന്ന മെറ്റീരിയൽ വാങ്ങണം അല്ലേ? ഉണ്ടാവൂലേ? അപ്പൊ അങ്ങനെയുള്ള പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നിലവാരത്തെയോ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആയോ ആ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ? കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അത് സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ? ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പാക്കുക. ക്വാളിറ്റി അഷുറൻസ് QA ആണ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ QA is a part of quality management. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. Centered on providing confidence that quality requirements will be satisfied. നമ്മൊരു സാധനത്തിന്റെ ക്വാളിറ്റി ഉറപ്പാക്കിയിട്ടുണ്ട്, ക്വാളിറ്റി അഷുറൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? നമ്മ ആ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെ? തൃപ്തി ഉണ്ടാകും. കൂടാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് എന്താണ് ലഭിക്കുന്നത്? കോൺഫിഡൻസ് ഉണ്ടാവോ? നമ്മ നൽകുന്ന സാധനം, നമ്മ പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എന്താണ്? ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ? ഗുണനിലവാരമുള്ളതാണെന്ന് എന്തുണ്ടാവും? ആത്മവിശ്വാസം ഉണ്ടാവുന്നു അല്ലെ? അപ്പൊ എന്താണ്? നല്ല ഗുണനിലവാരമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന അല്ലെ? റിക്വയർമെന്റ്സ്, ക്വാളിറ്റി റിക്വയർമെന്റ്സ്, നല്ല ഗുണനിലവാരമുള്ള ആവശ്യങ്ങള് നിറവേറ്റുന്നു എന്ന കോൺഫിഡൻസ് ഉണ്ടാവും. സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ, കോൺഫിഡൻസ് ഉണ്ടാവും. ക്ലിയർ ആയത്? ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അതെന്ത് ചെയ്യുന്ന? നമുക്ക് നല്ല ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നമ്മ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ? നമ്മ നിറവേറ്റുന്നു എന്ന കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, QI. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യുക അല്ലെ? വർദ്ധിപ്പിക്കുക. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം എടുക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ മോഡൽ എക്സാം കഴിഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ എത്രത്തോളം പഠിച്ചു? അതിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളെ വിലയിരുത്താനല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ടീച്ചിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നു, ഇവിടെ നൽകുന്ന നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അല്ലെ? അതിൽ നിന്നുള്ള റിസൾട്ട് ലഭിക്കുമോ? അല്ലേ? ആണോ? ആണ്. അപ്പൊ ഇതിൽ എന്താണ് നോക്കിയ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞേക്കുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് QI
എന്താണ് is an ongoing response to quality evaluation data about a service in ways that enhance the process by which services are given to customers or patients. എന്താണ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലല്ലേ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് അല്ലെ? ഹോസ്പിറ്റലിലല്ലേ ക്വാളിറ്റി പറയുന്നത്. അപ്പൊ അവിടെ ആരാണ് വരുന്നത്? പേഷ്യൻസ് ആണല്ലേ വരുന്നത്. അപ്പൊ പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെ എന്താണ് ഇതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്, തുടർന്നുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിനു ശേഷം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും എറർ ഉണ്ട് അല്ലെ, അപ്പൊ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഇംപ്രൂവ് ചെയ്യും. മെച്ചപ്പെടുത്തുന്ന തരത്തിൽ നടത്തുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ചിലപ്പോ അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്താണ് ട്രെയിനിങ് പോരാ, ചിലപ്പോ അവിടുത്തെ എക്യുപ്മെന്റിന് എന്തെങ്കിലും തകരാറുണ്ട് അല്ലെ, അപ്പൊ അവരെന്ത് ചെയ്യും? അതൊക്കെ മാറ്റി അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് ഒക്കെ നൽകിയിട്ട് എന്ത് ചെയ്യും? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാലോ. ചെയ്യോ? അപ്പൊ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്? അപ്പൊ ഏരിയയിൽ തന്നെ ഉണ്ട് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. അപ്പൊ പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിനു ശേഷം എന്താണ് മെച്ചപ്പെടുത്തുന്ന തരത്തിൽ നിരന്തരമായി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാണ്. മാനേജ്മെന്റ് ഒരു സിസ്റ്റമാണ്. സെന്റേർഡ് ഓൺ, എന്താണ് സെന്റർ ചെയ്യുന്നത്? ഓൺ ദ പ്രിൻസിപ്പിൾ, അതൊരു തത്വമാണ്, പ്രിൻസിപ്പിൾ ആണ് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വത്തിൽ അധിഷ്ഠിതമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. That every member of staff should be committed to keeping high standard of work in every aspect of hospital operation. എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനവും, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഹോസ്പിറ്റലില്. ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെ, ഡോക്ടറുടെ സേവനങ്ങളുണ്ട്, നഴ്സുമാരുടെ സേവനങ്ങളുണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്, ഫാർമസി ഉണ്ട്, സ്കാനിങ് ഉണ്ട്, ലബോറട്ടറി ഉണ്ട് അല്ലെ, ഒരുപാട് പ്രവർത്തനങ്ങളില്ലേ. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാരും എന്താണ് റെസ്പോൺസിബിൾ ആണ് അല്ലെ. ഉത്തരവാദിത്വം ഉണ്ടാവും എല്ലാവർക്കും. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികള് നല്ല രീതിയിൽ ചെയ്യാൻ അവർ റെസ്പോൺസിബിൾ ആണോ? ആണല്ലേ. ജീവനക്കാരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന തത്വത്തിൽ കേന്ദ്രീകൃതമായ ഒരു മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലെ, ഒന്നുകൂടി പറയാം നമുക്ക്. എല്ലാ പ്രവർത്തനങ്ങളും, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളിലും ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ, ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നില്ലേ സ്റ്റാഫ് ഹോസ്പിറ്റലില്. എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള എന്താണ് അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സെക്ഷനിലും നൽകാം ഹൈ സ്റ്റാൻഡേർഡുകൾ, ഉയർന്ന നിലവാരമുള്ള ജോലികൾ, അവർക്ക് ചെയ്യുന്ന ജോലികള് നല്ല ക്വാളിറ്റി ഉള്ള ഇതാക്കി മാറ്റാം. ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാരല്ലേ ചെയ്യുന്ന ജീവനക്കാർ അതിന് പ്രതിജ്ഞാബദ്ധരായിരിക്കണം അല്ലെ, ഉത്തരവാദികളായിരിക്കണം. അങ്ങനെയുള്ള തത്വത്തില് പ്രിൻസിപ്പിളില് അധിഷ്ഠിതമായ കേന്ദ്രീകൃതമായ ഒരു മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി അഷുറൻസ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ഒന്നുകൂടെ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഓരോ സെക്ഷനിലും ഓരോ വിഭാഗത്തിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവർക്ക് തരുന്ന ജോലികൾ എന്ത് ചെയ്യുക? ക്വാളിറ്റി ഉള്ളതാണെന്ന് അല്ലെ, ക്വാളിറ്റി ഉള്ളതാക്കി തീർക്കുക ആണോ? എന്നാ
തത്വത്തില് അവർക്ക് ചെയ്യുന്ന എനിക്കിപ്പോ എന്താ ഡ്യൂട്ടി? നിങ്ങളെ പഠിപ്പിക്കുക ആണോ? മിസ്സിന്റെ ഡ്യൂട്ടി എന്താ? നിങ്ങളെ പഠിപ്പിക്കുക. എങ്ങനെ പഠിപ്പിക്കണം? വെറുതെ മിസ് ഇങ്ങനെ വായിച്ചു പോയാൽ മതിയോ? ഇവിടെ ക്ലാസ്സിൽ കയറാ വെറുതെ വായിച്ചു പോയാൽ മതിയോ? നല്ലവണ്ണം പഠിപ്പിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെ? നിങ്ങൾക്ക് മനസ്സിലാക്കി തരണ്ടേ? അത് എന്റെ ഡ്യൂട്ടി ആണോ? എന്റെ റെസ്പോൺസിബിലിറ്റി ആണോ? അപ്പൊ എന്താണ്? ഓരോരുത്തരും അവർക്ക് ചെയ്യുന്ന, അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി അവർക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള് ഗുണനിലവാരമുള്ളതാക്കാൻ, ഗുണനിലവാരത്തിൽ നടത്തുക എന്ന. എനിക്ക് തരുന്ന ടീച്ചിങ് ഞാൻ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുക എന്ന തത്വത്തിൽ. അപ്പൊ എന്താണ്? ഓരോ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവരുടെ ജോലികൾ എന്ത് ചെയ്യുക? ഗുണനിലവാരമുള്ളതാണ്, നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത് എന്ന തത്വത്തില് അധിഷ്ഠിതമായ ഒരു എന്താണ് തത്വത്തെ, ഒരു പ്രിൻസിപ്പിളിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോട്ടൽ ക്വാളിറ്റി കെയർ. അതിൽ തന്നെയുണ്ട് ടോട്ടൽ ക്വാളിറ്റി കെയർ. പേഷ്യന്റിന് നൽകുന്ന എല്ലാ കെയേഴ്സും, അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ എന്താണ്? ആ രോഗി, ആ പേഷ്യൻസ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി അവർക്ക് നൽകുക, അതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. സിമ്പിളാക്കി പറഞ്ഞേക്കുന്ന മിസ്. ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി കെയർ ഇസ് ദ പ്രൊവിഷൻ ഓഫ് ദി ബെസ്റ്റ് പോസിബിൾ കെയർ. എന്താണ്? ബെസ്റ്റ് പോസിബിൾ കെയർ ആണ് അല്ലെ? നല്ല രീതിയിലുള്ള നമുക്ക് പോസിബിൾ ആയ സേവനങ്ങൾ, കെയർ നൽകുക. ത്രൂ കോൺസ്റ്റന്റ്ലി എൻഹാൻസിംഗ് സർവീസ് ടു മീറ്റ് ഓർ എക്സീഡ് ദ നീഡ്സ് ആൻഡ് ഹോപ്സ് ഓഫ് ദി കസ്റ്റമർ. എന്നാണ് പേഷ്യന്റിന്റെ നീഡ്സ്, ആവശ്യങ്ങളും അവരുടെ പ്രതീക്ഷകളും നിറവേറ്റുന്നതിന്, അല്ലെങ്കിൽ അതിനപ്പുറം. നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയില്ലേ? നമുക്ക് ആവശ്യം ഉണ്ടാവും അല്ലെ? നമ്മുടെ രോഗം മാറ്റണം, നമുക്ക് ഗുഡ് കെയർ കിട്ടണം അല്ലെ? നമുക്ക് നല്ല സർവീസ് അവിടെ നിന്ന് ലഭിക്കണം. അവിടെ പ്രതീക്ഷയല്ലേ? അത് ആണോ? പ്രതീക്ഷയാണ് അല്ലെ? അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിനും അത് കവിയുന്നതിന്, അതിൽ കവിയുന്നതിനും നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനങ്ങളിലൂടെ എന്താണ്? അവർക്ക് സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകുക എന്നതാണ് ക്വാളിറ്റി കെയർ, ടോട്ടൽ ക്വാളിറ്റി കെയർ. ക്ലിയർ ആയോ? ഒരു പേഷ്യന്റിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കി എന്താണ് അത് നിറവേറ്റുക, അവരുടെ ഹോപ്പ് എന്താണ്, അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുക, അതല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം അവർക്ക് കെയർ നൽകുക, സേവനം നൽകുക അല്ലെ? അതിനെയാണ്, അങ്ങനെ അവർക്ക് എന്ത് ചെയ്യുക? ഏറ്റവും മികച്ച പരിചരണം നൽകുക എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ QC. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഈസ് എ പ്രൊസീജിയർ, അതൊരു നടപടിക്രമമാണ്. സെറ്റ് ഓഫ് പ്രൊസീജിയർ ഓർ സെറ്റ് ഓഫ് പ്രൊസീജിയർ that intends to make sure that medical services adherence to a defined set of quality criteria or meet the requirements of client or customer. എന്താണ്? മെഡിക്കൽ സർവീസുകൾ നിർവചിക്കപ്പെട്ട, ഓരോ സർവീസുകൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഡോക്ടർ നൽകുന്ന സേവനത്തിന് ഒരു ക്വാളിറ്റി അല്ലേ? ലാബിലെ ടെസ്റ്റുകൾക്ക് വേറെ ക്വാളിറ്റി, ഫാർമസിയിൽ വേറെ അല്ലേ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, ഗുണനിലവാര മാനദണ്ഡങ്ങൾ ആണോ? എന്താ പറയാത്തെ? ലാബിലെ ഗുണനിലവാര മാനദണ്ഡങ്ങളാണോ ഫാർമസിയിലെ? ആണോ? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? എല്ലായിടത്തും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ മെഡിക്കൽ സർവീസുകൾ, അവരുടെ ഓരോ സർവീസുകളും അവർക്ക് പറഞ്ഞ രീതിയിൽ, അവർക്ക് നിർവചിക്കപ്പെട്ട ഗുണനിലവാരങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന്
ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി കൺട്രോളിന്റെ ഉദ്ദേശം. ക്ലിയർ ആയോ? ഓരോ സർവീസുകളും പേഷ്യൻസിന് കൊടുക്കുന്ന ഓരോ സർവീസുകളും എന്താണ് അവയുടെ ഗുണനിലവാരം പാലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന് നൽകുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങള് നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതാണ് ക്വാളിറ്റി കൺട്രോളിന്റെ ഉദ്ദേശം. ക്ലിയർ ആയത്? നെക്സ്റ്റ് ISO 9000 എന്താണ് ഡിഫൈൻസ്. നെക്സ്റ്റ് ISO 9000 ക്വാളിറ്റി കൺട്രോളിന് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ക്വാളിറ്റി മാനേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഇതെന്താണ് സെന്റർ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ഗുണനിലവാര പേഷ്യൻസിന്റെ ഗുണനിലവാര ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്നതാണ് ഇത് കേന്ദ്രീകരിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞ പോലെ എന്താണ് പേഷ്യൻസിന് നൽകുന്ന സർവീസുകള് ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ എന്താണ് ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്നല്ലേ. അപ്പൊ ISO 9000 ക്വാളിറ്റി കൺട്രോളിനെ പറഞ്ഞിരിക്കുന്നത്, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഇത് കേന്ദ്രീകരിക്കുന്നത് പേഷ്യൻസിന് ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്നതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കുറച്ച് സിമ്പിൾ ആണ്, പക്ഷെ അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഓക്കെ ആണോ? മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. Next, hospital quality management refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards. Hospital quality management ഉദ്ദേശിക്കുക റെഫർ ചെയ്യുന്നത് എന്താണ്, എത്രത്തോളം ഹോസ്പിറ്റലിലെ സർവീസുകൾ എന്താണ് നല്ല രീതിയിൽ അല്ലെ ക്വാളിറ്റി ഉള്ളതായി കൊടുക്കാൻ സാധിക്കും, നല്ല രീതിയിൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും അവിടെ ക്വാളിറ്റി ഉറപ്പാക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അല്ലെ എന്താണ് അത് നല്ല രീതിയിൽ തന്നാലല്ലേ നമ്മ അവിടെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. നമ്മ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെ. ഒരു ഡ്രസ്സാണ് വാങ്ങിക്കുന്നതെങ്കിൽ എന്ത് വേണം, നമുക്ക് നല്ല മെറ്റീരിയൽ അല്ലെ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അല്ലെ കിട്ടിയാലല്ലേ, പുതിയ ഫാഷനിൽ അല്ലെ പുതിയ ട്രെൻഡിൽ കിട്ടിയാലല്ലേ നമ്മ പറയാം ആ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ അല്ലെ ഡ്രസ്സുകൾ എന്താണ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാം. ആണോ? ആണോ? എന്ത് വെച്ച് എല്ലാവരും പോയാ? നമ്മൾ സ്ഥിരമായിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് സാധനം എടുക്കണേ എന്തായിരിക്കും, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ബെസ്റ്റ് മെറ്റീരിയൽ അല്ലെ, ഗുഡ് മെറ്റീരിയൽ എന്താണ് നമുക്ക് നല്ല രീതിയിൽ തന്നാലല്ലേ നമ്മ അവിടെ പോവാ. നമ്മ പറയും ആ ഷോപ്പിലെ സാധനങ്ങൾ എന്താണ് ക്വാളിറ്റി ഉള്ളതാണെന്നല്ലേ പറയാം. അപ്പൊ അതേപോലെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അവിടുത്തെ സർവീസുകൾ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും അവിടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത് അല്ലേ. ഹോസ്പിറ്റലിലെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ സർവീസുകളും നല്ല രീതിയിൽ കൊടുത്താലല്ലേ അവിടെ ക്വാളിറ്റി ഉറപ്പാവുള്ളൂ, ആ ഹോസ്പിറ്റലിൽ ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പാക്കുള്ളൂ. ആണോ? അപ്പൊ ഹോസ്പിറ്റലിലെ എത്രത്തോളം അവിടുത്തെ സർവീസുകൾ ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ കൊടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഹോസ്പിറ്റലുകളിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്. നെക്സ്റ്റ്, സോ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫങ്ഷൻസ് ഇൻ എ ഡിസൈറബിൾ കണ്ടീഷൻ. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഫങ്ഷൻ എങ്ങനെയായിരിക്കണം, പേഷ്യൻസിന് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ അല്ലെ.
തൃപ്തരാകുന്ന രീതിയിൽ അവർക്ക് അഭികാമ്യമായ കണ്ടീഷനിലായിരിക്കണം വേണ്ടേ, ഡിസൈറബിൾ കണ്ടീഷൻ. ഓക്കെ ആയോ? എന്താ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. Next, job description or responsibilities of hospital quality manager. Hospital quality manager responsibilities ഉത്തരവാദിത്തങ്ങൾ എന്താണ്? The quality manager in hospital must support the quality assurance programs at the hospital. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടി. അതായത് ക്വാളിറ്റി ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഫാർമസിയില് മെഡിസിനുകൾ ക്വാളിറ്റി ഉണ്ടോ അല്ലെ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചോ? അതേപോലെ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഇല്ലേ? അപ്പൊ അതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സർവീസുകള് പ്രോഗ്രാമുകള് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു സെല്ലുണ്ട്. അപ്പൊ അവരെ പിന്തുണയ്ക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ആൻഡ് ബി റെസ്പോൺസിബിൾ ഫോർ വർക്കിംഗ് ഔട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരമുള്ള ഹോസ്പിറ്റലില് ഗുണനിലവാരമുള്ള പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, സ്റ്റാൻഡേർഡ് നിലവാരങ്ങള് ആൻഡ് സ്പെസിഫിക്കേഷൻസ് അല്ലെ, സവിശേഷതകളൊക്കെ തയ്യാറാക്കുന്നതും നിലനിർത്തുന്നതും ആരാണ്? ഈ ക്വാളിറ്റി മാനേജർ ആണ്. എന്ന് വെച്ചാല് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഉണ്ടാവാൻ ആവശ്യമായ കാര്യങ്ങള് മേൽനോട്ടം വഹിക്കേണ്ടതാരാ? ക്വാളിറ്റി മാനേജർ ആണ്. അതിനുവേണ്ട പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങള്, സ്പെസിഫിക്കേഷൻസ്, സവിശേഷതകളൊക്കെ തയ്യാറാക്കുന്നതും അത് മോണിറ്റർ ചെയ്യേണ്ടതിൽ നിരീക്ഷിക്കേണ്ടതൊക്കെ ക്വാളിറ്റി മാനേജർ ആണ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? Next, he or she must pursue quality improvement in all the process and procedures of the hospital and share reports. എന്താണ്? ആശുപത്രികളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ പ്രോസസ്സുകളിലെ പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നിർദ്ദേശിക്കുക. ആരാണ്? ചിലപ്പോ ക്വാളിറ്റി മാനേജർ മെയിൽ ആവാം അല്ലെങ്കിൽ ഫീമെയിൽ ആവാം അല്ലെ? അപ്പൊ ഹി ഓർ ഷീ എന്താണ്? നിർദ്ദേശിക്കുകയും അതിന് വേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മ പറഞ്ഞ ഹോസ്പിറ്റലിൽ പല പ്രവർത്തനങ്ങളില്ലേ, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ? അപ്പൊ ഓരോ ഓപ്പറേഷൻസും ഓരോ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ട, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ എന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുകയും അതിനുവേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഇത് ഓക്കെ ആയോ എല്ലാവർക്കും? Okay. Next, key job responsibilities. Quality manager responsibilities ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? Ensure good quality non-clinical services such as infection prevention, security, diet, etc. എന്താണ് നമ്മുടെ നോൺ ക്ലിനിക്കൽ സർവീസുകൾ അല്ലെ? ക്ലിനിക്കൽ അല്ലാത്ത സർവീസുകൾ എന്താണ്? അണുബാധ തടയൽ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അണുബാധ തടയൽ, സെക്യൂരിറ്റി, സുരക്ഷ, ഡയറ്റ്, ഭക്ഷണക്രമങ്ങൾ തുടങ്ങിയ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകൾ
ഉറപ്പാക്കുക. ക്ലിയറായോ? അണുബാധ തടയൽ, സുരക്ഷ, ഭക്ഷണക്രമം അല്ലെ, ഡയറ്റ് തുടങ്ങിയ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുക. എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ഹോസ്പിറ്റലില് ക്ലീൻ ആയിട്ടുള്ള അല്ലെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉറപ്പാക്കുക. OPDs ഏരിയ, വാർഡ്, ലേബർ റൂം, OT, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ് സർവീസസ്, ഇതൊക്കെ എന്താണ് ക്വാളിറ്റി ഉണ്ടോ എന്ന കാര്യങ്ങള് ഉറപ്പുവരുത്തുക. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സർവീസുകള്, വാർഡുകള്, ലേബർ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, പേഷ്യൻസിന്റെ ഫെസിലിറ്റീസ്, ഔട്ട്സോഴ്സർ സർവീസ് എന്ന് പറഞ്ഞാല് ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, ചില ടെസ്റ്റുകളൊക്കെ പുറത്തുനിന്ന് എഴുതും. ബയോപ്സി പോലുള്ള ടെസ്റ്റുകളൊക്കെ അവരെവിടെയാണ് പുറത്തല്ല ചെയ്യിക്കുന്നത്, ചിലപ്പോൾ റേഡിയേഷൻ പുറത്തായിരിക്കും ചെയ്യിക്കുന്നത്. അപ്പൊ അവര് പുറത്ത് ഔട്ട്സോഴ്സ്ഡ് സർവീസ് പുറത്തേക്ക് നൽകുന്ന സേവനങ്ങളും എല്ലാം എന്താണ് ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ എന്ന് ഉറപ്പാക്കുക. ക്ലിയർ ആയത്? Periodical assessment of hospital on quality checklist and arrive at a score for the facilities. എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് പീരിയോഡിക്കൽ അസസ്മെന്റ് അല്ലെ, വിലയിരുത്തുക. അവിടെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പുറത്ത് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു ഫോം ഫില്ല് നമ്മളെ കൊണ്ട് എക്സലന്റ് ആണ്, അവിടുത്തെ ഓരോ ഫെസിലിറ്റീസ് അല്ലെ, നഴ്സിംഗ് സർവീസ്, ഡോക്ടർ സർവീസ് അല്ലെ, റൂമുകളുടെ ഫെസിലിറ്റീസ് എക്സലന്റ് ആണോ, ഗുഡ് ആണോ, ബാഡ് ആണോ, പുവർ ആണോ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചില ഹോസ്പിറ്റലിലുണ്ട്, ആരും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പീരിയോഡിക്കൽ അസസ്മെന്റ് നടത്തിയിട്ട് എന്താണ് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് എന്താണ് അതിന് വേണ്ട സ്കോറുകൾ നൽകുക. ഇപ്പൊ എക്സലന്റ് ആണെങ്കിൽ അതിന് 5 മാർക്കായിരിക്കും, ഗുഡ് ആണെങ്കിൽ അതിന് 4 മാർക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ മാർക്ക് നൽകിയിട്ടുണ്ടാവും, സ്കോർ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അവര് ലാസ്റ്റ് ആ സ്കോർ ചെയ്യാം. ഓരോ ഫെസിലിറ്റീസിനും എത്ര സ്കോറാണ് സ്കാനിങ് സെന്ററിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയാലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ പീരിയോഡിക്കൽ അസസ്മെന്റ്, പീരിയോഡിക്കലി അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി വിലയിരുത്തിയതിനു ശേഷം അവർക്ക് എന്ത് ചെയ്യാം, സ്കോർ നൽകുക ഓരോ ഫെസിലിറ്റീസിനും. റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 3 പോയിന്റ് എടുക്കുന്നുള്ളൂ. ഇത്രയും ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? മിസ് എടുത്ത ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.